നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ മിക്സഡ് ആയിട്ടുള്ള സാരി കാണിക്കണം. അവിടുന്നും ഇവിടുന്നും അതും ഇതും എല്ലാം കൂടെ കുറേ സാരി. വലിയ വിലയുള്ള സാരികളല്ല, കൂടുതലും ഒരു നമ്മുടെ എന്നാ പറയുന്നത് കൊക്കിലൊതുങ്ങുന്ന നോർമലി എല്ലാവർക്കും ഇഷ്ടമുള്ള റേഞ്ച്. പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരെണ്ണം. ആദ്യത്തെ സാരി ഇതാ. ഇപ്പോഴത്തെ ഒരു സത്യം പറഞ്ഞ ഒരു നല്ല, നിങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും അയ്യേ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന്. പക്ഷെ പല സംഭവങ്ങളും നമ്മുടെ പഴയ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതും പിടിച്ചിട്ടുള്ളതുമായ സംഭവങ്ങൾ ഓരോ സമയത്തും ട്രെൻഡായിട്ട് വരും. അങ്ങനെ വന്നിട്ടുള്ള ഒരെണ്ണമാണ് ഈ കലങ്കാരി പ്രിൻറ്റും വിത്ത്, ഇതെങ്ങനെ എടുക്കും, കലങ്കാരി പ്രിൻറ്റും ഒറ്റ മിനിറ്റ്, കലങ്കാരി പ്രിൻറ്റിൻ്റെ കൂടെ ബോർഡർ ഉള്ളത്, കലങ്കാരി പ്രിന്റ് വന്നിട്ട് ബോർഡർ ഉള്ളത്. ഇതിൻ്റെ എവിടെ ഇത് കണ്ടോ? ഇതാണ് സാരിയെ നോക്കിയേ. ഇതിൻ്റെ എന്നാ സുന്ദരമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നോക്കും ബോഡിക്ക്. ഇതിപ്പം ഒരു ആഷിൻ്റെ ഒരു ഷെയ്ഡാണ് ബോഡിക്കും. അതിൻ്റെ നല്ല കലങ്കാരി പ്രിന്റ് വന്നിട്ട് ബോർഡർ ഇങ്ങനെ നല്ല ലുക്കാണ്, ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ്. ഉറപ്പായിട്ട് സാരി ഫോൾ ഇട്ടിട്ടേ കൊടുക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആക്ഷൻ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളിപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാൻ തന്നെ, എനിക്ക് തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ അവരുടേതായ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇതായിരിക്കും വരുന്നത്. സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കണം. പിന്നെ ആ രസമാണെന്നറിയോ, ഇത് മുന്താണി കേട്ടോ, അടിപൊളി സാരിയാ. ചന്തേരിയുടെ മെറ്റീരിയൽ, ഇത് ബ്ലൗസ്, ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയൽ, കലങ്കാരി പ്രിന്റ്, ഈ ഒരു ബോർഡർ. ആ ഒരു ബോർഡറിന് ഭയങ്കര ഒരു എന്നാ പറയുന്നത്, ഭയങ്കര ഒരു ഭംഗിയാണ്. ആ ഒരു നമ്മുടെ എന്നാ പറയുന്നത് ആൻറ്റിക്സറി ബോർഡർ എന്നൊക്കെ പറയുന്നില്ല, അതുപോലത്തെ ബോർഡറാണ് ചെയ്ത്. ആൻറ്റിക്സറി അല്ല, ഇത് പ്രിൻ്റാണ്, പക്ഷെ ആ ഒരു ഫീൽ തോന്നിക്കുന്ന ടൈപ്പുള്ള ബോർഡറാണ്. ഇത് കണ്ടോ, മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ്, ബോഡിക്ക് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റാണ്. ഇത് ബ്ലൗസ്. ഏത് കളർ ടോണിലുള്ളവർക്കും അടിപൊളിയായിരിക്കും. അതിൻ്റെ വേറെ കളർ ഞാൻ കാണിക്കാവേ. പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഉണ്ടോ, പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡ്. ഈ ബോർഡറിൻ്റെ വീതി തന്നെയാണ് താഴത്തെ ബോർഡറിനും, രണ്ട് സൈഡിലും ഒരേ വീതി. ഇതും ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ചേരുന്ന കളറുകളാണ് ഇതൊക്കെ. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ, ബ്ലൗസ് ഇത് കണ്ടോ. ഇനി കലങ്കാരി പ്രിന്റ് അല്ലാത്ത വേറൊരു ടൈപ്പ് പ്രിന്റ്. മെറ്റീരിയൽ എല്ലാം സെയിം, പ്രിന്റിൽ മാത്രം വ്യത്യാസം. അപ്പം അതിന് മുന്താണിയിലോട്ട് പോകുമ്പോൾ കലങ്കാരിയുടെ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് വരുന്നുണ്ട്. ബ്ലൗസും വേറെ, മെറ്റീരിയൽ എല്ലാം സെയിം ആണേ. കണ്ട, ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റാണ്. ഇങ്ങനെ വരും ബോർഡർ, ബോഡി ഇങ്ങനെ. നല്ലൊരു ക്ലാസ് ലുക്ക് തരുന്ന സാരി കേട്ടോ, ശരിക്കും പറയാം. ഏത് പ്രായത്തിലുള്ളവർക്കും വേണേൽ കൊടുക്കാം, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുകയും ചെയ്യും. ബ്ലൗസാണ് ഇത് ബ്ലൗസ്. ഇതിപ്പോൾ വന്നിട്ടേ നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്, അല്ലെങ്കിൽ ആഷും നേവി ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്ലൗസിന് വരുന്നത്. ബോഡിയിൽ അങ്ങനെ അതിൻ്റെ പല ഷെയ്ഡുകളുണ്ട്. പിന്നെ നമ്മുടെ കലങ്കാരി പ്രിന്റിൻ്റെ തന്നെ പിങ്ക് കളർ, പിങ്ക് അല്ല ഒനിയൻ പിങ്ക്, അതെ പിങ്ക് തന്നെ, ഒനിയൻ. ഇത് മടക്കി ഫോൾഡ് ചെയ്ത ആളെ കണ്ടായിരുന്നേ ഒരു ഷെയ്ക്കാണ്ട് കൊടുത്താണ്. ഇത്രയും കുരുട്ട് ബുദ്ധി കാണിക്കുന്നതിനെ. ഇതാണ് സാധനം, കുരുട്ട് ബുദ്ധി എന്നല്ല പറയുന്നത്. എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന എന്നാ പറയുന്നത്, കോംപ്ലിക്കേറ്റഡ് ആക്കുമേ. ഒനിയൻ പിങ്കിൻ്റെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതെല്ലാം ഇത് ശരിക്കും ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സൈസ് നമുക്ക് തോന്നുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നത്. ഇത് ഒറ്റ ലെയർ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ? ഒറ്റ ലെയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റ ലെയർ ആക്കുമ്പോൾ എങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു
ഫീലാണ് തോന്നുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ടുള്ള ഒരു പ്രത്യേകത, നല്ല ഒരു ഭംഗിയാണ്. പ്രിൻറ്റുകളെല്ലാം നല്ല എൻ്റെ ആക്ഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാത്തിനും ആക്ഷനാണ്. ഞാൻ ഡിഗ്രിക്കോ പി ജിക്കോ കണ്ട് പഠിക്കുമ്പോഴത്തേനുമേ എനിക്ക് എന്നെ പറഞ്ഞല്ലോ ഉണ്ടല്ലോ, കുട നോക്കുമ്പോൾ കുട ടപ്പേന്ന് നോർത്തു, ഇങ്ങനെയായിരുന്നു പറയുന്നേ. എന്നിട്ട് ഞാൻ പൊതുക്കോന്ന് വീണു, എല്ലാത്തിനും ഇങ്ങനെ ഇതിടിയില്ല. എന്നിട്ട് എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ്. ടപ്പേ പെട്ടെന്ന് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ആ കാര്യം ഓർമ്മ വന്ന അല്ലേ. മൽമൽ കോട്ടൻ്റെ ഇൻഡിഗോ കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലാക്ക് കാണിച്ചപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇൻഡിഗോ കാണിക്കോ എന്ന് പറഞ്ഞു. ഇൻഡിഗോ കാണിക്കുമ്പോൾ പറയും ബ്ലാക്ക് കാണിക്കാൻ, രണ്ടും കൂടെ എനിക്ക് ദിവസം കാണിക്കണം. മൽമൽ കോട്ടൺ വരുന്നതെല്ലാം ഒരു പ്രത്യേക ബുട്ടിക്ക് ഐറ്റം പോലെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് സംഭവം. എന്നാ സുഖമാണെന്നറിയാം മെറ്റീരിയൽ. ഞാൻ സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ സത്യം ഇതിന് ഞാനൊരു വൈറ്റ് ബ്ലൗസ് വാങ്ങിച്ചതും എന്നിട്ട് ഈ സാരി ഉടുക്കും. എന്ത് കംഫർട്ടായിട്ട് നമുക്ക് നടക്കാമെന്നറിയോ. പകൽ അന്ത്യോളം ഉടുക്കുന്നവർക്കൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കാം, നല്ല കംഫർട്ടായിട്ട് നടക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. മൽമലിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ഭയങ്കരമായിട്ട് പറയാൻ പറ്റും. സ്റ്റാർച്ച് ചെയ്യണ്ട കേട്ടോ, അത് അങ്ങനത്തെ മെറ്റീരിയലാണ്. സിക്സാഗ് പ്രിൻ്റ് ഇങ്ങനെ വരും, എന്നിട്ട് കുറച്ച് താഴെ വരെ ഇങ്ങനൊരു പ്രിൻ്റ്, പിന്നെ താഴോട്ട് ഇങ്ങനെ. ഇങ്ങോട്ട് വാങ്ങിക്കുന്നില്ലേ? ഇവിടെ കണ്ടോ? ആര്? നിങ്ങൾ കണ്ടാൽ പോരാ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. എല്ലാത്തിനും കൂടി ഞാൻ ഒരു സാരി വീതിച്ച് തരാം തന്നെയാണ്. ഇത് മുന്താണിയെ. ഇതിന് വൈറ്റ് ബ്ലൗസ് ഇട്ടാൽ മതിനേ. വേണ്ട കേട്ടോ, ഇതിട്ടാൽ മതി ബ്ലൗസ് ഇടുന്നേ. ഇത് നിറച്ചും ഇങ്ങനെ ഒരു സൈസ് ഉണ്ടോ, വൈറ്റിന് കൂടുതൽ ഇത് വരുന്ന പ്രാധാന്യം വരുന്ന ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അതിടുന്നത് നല്ലതാണ്. പിന്നെ ബ്ലൗസിൻ്റെ ഇങ്ങനെ ഈ മുന്താണിയുടെ തുമ്പത്ത് ഈ വൈറ്റ് ഉണ്ട്, അപ്പോൾ വൈറ്റ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ കിട്ടും, ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടും. ഇത് മൽമലല്ല, എല്ലാം ഞാൻ പറഞ്ഞില്ലേ, അവിടുന്നും ഇവിടുന്നും എല്ലാം അതും ഇതും എല്ലാം കൂടെ ഇരിക്കുന്നു കേട്ടോ. ഇത് ചന്തേരി, നല്ല നമ്മുടെ ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയൽ. ചന്തേരി സിൽക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സിൽക്കി ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ വിചാരിക്കരുത്. സിൽക്കി അല്ല, പക്ഷേ ആ ചന്തേരിയുടെ സർവ്വ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ഈ മൽമൽ പോലെ തന്നെ നല്ല സോഫ്റ്റ് കേട്ടോ. എന്നാ ഇത് കണ്ടോ ഇങ്ങനെ. ഇത് സത്യം പറയും ഇട്ട് തൊടുമ്പോൾ ഷിഫോൺ സാരിയാണെന്ന് നമുക്ക് തോന്നും. എൻ്റെ തമ്പുരാനെ എന്തെങ്കിലും വല്ല ഷിഫോണോ ആണോ? അല്ല, ഷിഫോണല്ല, ചന്തേരി കോട്ടൺ. പക്ഷേ ഉണ്ടല്ലോ ഷിഫോണെ തൊടുന്ന പോലെയുള്ള സോഫ്റ്റ്നെസ്സാണ്. നല്ല ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര നമുക്ക് നല്ല ബോഡി ഷേപ്പിൽ നല്ല ഒട്ടിക്കിടക്കും. വണ്ണമൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന സാരിയായത്. വണ്ണം കൂടുതലുണ്ടെങ്കിലേ മുന്താണി ഇത്. വണ്ണം കൂടുതലുള്ളവരെന്നും പറഞ്ഞുകൊണ്ട് വണ്ണം കുറവുള്ളവർക്ക് പറ്റിയാലും നല്ല കേട്ടോ. ഇത് ഏത് രീതിക്കും അഡ്ജസ്റ്റബിൾ ആകുന്ന ഒരു സാരിയാണ്. അതിൻ്റെ പ്രിൻ്റ് കണ്ടല്ലോ, നമ്മുടെ ലിനൻ്റെ സാരിയെ വരുന്ന പ്രിൻ്റായിട്ട്. ഇത് നന്നായിട്ട് കാണിച്ചിട്ടില്ലേ, കാണിക്കും. ഇതാ എനിക്ക് ഈ അകത്ത് ഈ പേപ്പർ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ സാരി ഫ്ലോയി ആയിട്ടല്ല ഇതിങ്ങനെ ഒഴുകിപ്പോകുന്നത്. ഈ അകത്തെ പേപ്പറാണ് കിടന്ന് ശല്യം ചെയ്യുന്നത്. ബ്ലൗസില്ലേ പ്ലെയിനാണ് ഇത്, എന്നിട്ട് ഈ ഒരു ഗോൾഡൻ സെറിയായിട്ട് ബ്ലൗസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റിയല്ല, ഇൻഡിഗോയുടെ ഡാർക്കാട്ടോ. അടുത്തത് ഇത്. ഇങ്ങനത്തെ സാരിയൊക്കെ നല്ലതല്ലേ, ഈ നമ്മുടെ ഡിസൈനർ സാരിയുടെ കാറ്റഗറിയിലൊക്കെ പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. ചന്തേരിയുടെ ഇത് തന്നെയാണ്, കോട്ടൺ തന്നെയാണ്, പക്ഷേ നല്ല സോഫ്റ്റാണ്. കോട്ടനെ പോലെ ചില കോട്ടൺ ഇങ്ങനെ സ്റ്റിഫ്നെസ് ഇല്ലേ, അതില്ല. എന്താണ് ഇങ്ങനെ ഇൻഡിഗോ തന്നെയാണ്, പക്ഷേ ഉണ്ടല്ലോ ഡാർക്കാണ്, ഡാർക്ക് ഇൻഡിഗോയാണ്. ഞാൻ ആദ്യം കാണിച്ചതാണ് കറക്റ്റ് ഇൻഡിഗോ. ബ്ലൗസ് സിക്സാഗ് പ്രിൻ്റ്. എനിക്ക് എൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് സിക്സാഗ്. അതിപ്പോൾ ഞാൻ പർച്ചേസിന് പോകുമ്പം ചുരിദാർ സെറ്റാട്ടെ കുർത്തിയാട്ടെ എന്ത് സാധനം സിക്സാഗ് കണ്ട ചടി വീടും. അതിന് സ്ഥിരം പർച്ചേസിന് പോകുന്നിടത്ത് അറിയുള്ളവർക്ക് അറിയാം. എന്നോട് സിക്സാഗ് തന്നെ കാണിക്കും. ഞാൻ പറയാം അത് വേണ്ട, അതങ്ങനെ അവിടെ കയ്യിലിരിക്കട്ടെ, സിക്സാഗ് മാത്രം വിറ്റാൽ പോരല്ലോ ഷോപ്പിലോ അല്ലേ. നമ്മളോടാ കളി അല്ലേ, ചുമ്മാ പറയുന്ന കേട്ടോ, ഓരോ നേരം പോക്ക് പറയണ്ടേ, ചുമ്മാ ഒരു രസം. ഈ സാരി എവിടുന്നോന്നാണെന്നറിയോ? ഈ സാരിയുടെ മിച്ചം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കളറ്. അന്ന് കണ്ണിൽപ്പെടാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ എവിടെയോ സാറ് കയറി ഒളിച്ചിരിക്കുമായിരുന്നു. ഇന്ന് കിട്ടിയപ്പം ഇതിനെ മാത്രമായിട്ട് കാണിക്കുക. നല്ല മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഒനിയൻ പിങ്കിൻ്റെ
എന്ന് പറയാം. ഒരു ഡാർക്ക് കളറ് നേവി ബ്ലൂ, ഈ ഒരു ടൈ ആൻഡ് ഡൈ ചെയ്ത പോലത്തെ ചുങ്കിടി പ്രിന്റ് വരുന്ന സാരി. ഇത്തെ കാണുന്ന ഈ ബുട്ട ഇല്ലേ, ഈ ബുട്ട മുഴുവനും വീവിങ്ങാ, പ്രിന്റ് അല്ല. ഈ ഒരു കുഞ്ഞു 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 ബുട്ടായി കാണത്തില്ല അല്ലേ, യെല്ലോയിലായതുകൊണ്ട് ഒട്ടും കാണത്തില്ല. ഇതുണ്ട്, ഇതെല്ലാം വീവിങ്ങാ കേട്ടോ, പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഫുള്ള് ബോഡി അങ്ങനെ ചെയ്തിരിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി. ഇതാണ് അതിൻ്റെ മുന്താണി, സോഫ്റ്റ് കോട്ടൺ. ബ്ലൗസ് വന്നിട്ട് സെപ്പറേറ്റാ, അതിനും ബ്ലൗസ് സെപ്പറേറ്റ് ആയിരുന്നു. തുമ്മാൻ വരുന്നത് എനിക്ക്. ഇതുണ്ടോ ബ്ലൗസ്, ഇതാണ് ബ്ലൗസ്. അടിപൊളിയായിരിക്കും ഈ ഒരു കോൺട്രാസ്റ്റ്. ഇതിക്ക് ഇവിടെയും വന്നിട്ട് ബ്ലൗസും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇഷ്ടമുള്ളവർ വാങ്ങിച്ചു. അന്നത്തെ സാരിയൊക്കെ എല്ലാം തീർന്നു പോയി. ഒരു 1-2 കളറിൻ്റെ 2-3 അത്രയും പീസും കണ്ടിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇത് വളരെ കുറഞ്ഞ സാരിയല്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്നാൽ ഒരു കോട്ടൺ സ്റ്റഫോ അങ്ങനത്തെ എന്തോ ഒരു ഫീല് തരുന്നുണ്ട് കേട്ടോ ഇത് പിടിക്കുമ്പോൾ. അല്ലേ, കോട്ടാ സാരി ഇല്ലേ, കോട്ടാ. കോട്ടാ സാരി എന്ന് പറയുമ്പോൾ എന്തിനാ ഇത്ര ഓവർ ആക്ഷൻ ഇടുന്ന എന്തിനാ അല്ലേ? എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയതിൻ്റെ ആക്ഷൻ ആട്ടോ. 6 ആഗ് കണ്ടോ, ഞാൻ പറയില്ലേ 6 ആഗ് എവിടെ കയറിണ്ടാലും ഞാൻ കയറി പിടിക്കുന്നത്. നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നതാണേ, ഞാൻ 6 ആഗുകാരിയാന്ന് അറിഞ്ഞുകൊണ്ട് 6 ആഗ് വരുമ്പോൾ മുഴുവൻ എന്നെ എടുത്തിട്ട് കാണിക്കും. സത്യം പറയാം. പക്ഷെ 6 ആഗ് എല്ലാവർക്കും ഇഷ്ടമല്ലേ, പറ. ഞാൻ എന്നെ പരിപാടി. ഹലോ, ഞാൻ ക്യാമറയിൽ നോക്കി ഒന്ന് ഭയങ്കര വർത്താനം, നിങ്ങൾ ക്യാമറയിൽ കൊണ്ട് വെച്ച് എന്നെ കളിയാക്കരുത് കേട്ടോ. ഇത് മുന്താണി, ഇത് ബോർഡർ. ഇതേ കോട്ടാ സാരി ഇല്ലേ നമ്മുടെ പഴയ, അതാ ശരിക്കും കോട്ടയുടെ. ഞാൻ ഓർത്തിരുന്നുണ്ടല്ലോ വേറൊരു ഇത് സിന്തറ്റിക് വരുന്ന ഒരു സൈസ് ഒരു സ്റ്റഫില്ല, അതാണ് ഞാനിത് ഓർത്തിരുന്നു മടക്കുന്നതാണ്. അതിന് അതിൻ്റെ ഇവിടം കണ്ടപ്പോൾ, അതായത് ഈ ബോർഡർ കണ്ടപ്പോഴേ, താഴത്തെ ബോർഡറിന് വീതി കൂടുതലാണ്. കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ, താഴത്തെ ബോർഡർ. അവിടെ നിന്ന് കാണിക്കാതെ ഇങ്ങോട്ട് എടുത്തു വാ. ഇത് എന്താ, താഴത്തെ ബോർഡർ ഇങ്ങനെ വീതി കൂടുതലാണ്, ബോഡി ഇങ്ങനെ. ഇതിന്റെ സ്റ്റഫ് ഇത് കണ്ടോ, സ്റ്റഫ് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ കോട്ടന്റെ ഒരു ഇതാ, പക്ഷെ ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ടോ, ഇങ്ങനൊരു സാരിയാ, കോട്ടൺ സാരി. ബ്ലൗസ് ഇതാണ് ബ്ലൗസ്, ചന്ദന കളർ. ഇതിപ്പോ വന്നിട്ട് ചില്ലി റെഡ് കളറേ. ഞാൻ തന്നെ ഇവിടെ വെച്ച് മടക്കി തരിക. അതിന്റെ വിവിധ കളറുകൾ കാണിക്കാം. ബോട്ടിൽ ഗ്രീൻ. ഇനി ഓരോന്നിൻ്റെയും കളർ കാണിച്ചാൽ പോരെ, ഓരോന്നും പെറുക്കി മുന്താണി എല്ലാം കാണണോ? കാണായിരിക്കൂലേ, കാണിക്കാവേ. എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ്റെ ആണ് അതിൻ്റെ ഡാർക്ക് ഉണ്ടോ. ഈ ബോർഡർ ഇവിടെ, താഴത്തെ ബോർഡറിന് ഇങ്ങോട്ട് വന്ന് എന്നെ ഇത് കാണിച്ചേ. താഴത്തെ ബോർഡർ, ആഹാ, താഴത്തെ ബോർഡർ. ഇത് വിലക്ക് എന്നാ വിലയാണ് ഇതിൻ്റെ? വിലയെന്ന് പറയണമായിരുന്നല്ലോ. വില ഇടാൻ എടുത്ത് വെച്ചിരിക്കുന്നിടത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുന്ന. ഇനി വീഡിയോ ഇട്ടിട്ട് വേണം എഡിറ്റ് ചെയ്ത് വില ഇടാൻ. ഇത് കണ്ടോ, റോയൽ ബ്ലൂ അല്ലേ, ഇൻഡിഗോ ബ്ലൂ ആണോ? ഇൻഡിഗോ ബ്ലൂ അല്ലേ. അപ്പോൾ ഈ റോയൽ ബ്ലൂ എന്ന് പറയുന്ന കളർ ഏതാ? കുറച്ച് ദിവസമായിട്ട് ഞാൻ റോയൽ ബ്ലൂവിനെ തെറ്റിക്കളിച്ചുകൊണ്ടിരിക്കുക. റോയൽ ബ്ലൂ അറിയത്തില്ല എന്നിട്ടൊന്നും അല്ലെന്നേ, എല്ലാം എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നില്ല. ഇത് കണ്ടോ, ഇൻഡിഗോ ബ്ലൂ. എന്താണ് ഇത്? ടാസിൽസ് ഒക്കെ പിടിപ്പിച്ച്. അയ്യോ, ബ്ലൗസ് കാണിച്ചില്ലല്ലോ. ബ്ലൗസ് ആ സെയിം ആട്ടോ. എന്നാന്ന് പറയട്ടെ, ഇതാ ബ്ലൗസ്. ഈ ബ്ലൗസ് ഞാൻ കാണിക്കാത്തതിൻ്റെ വരുമ്പോൾ ഇവിടുത്തെ ഈ പോയേക്കുന്ന ഡിസൈൻ ഇല്ലേ, അതാ ബ്ലൗസ്. ഇത് പർപ്പിൾ. കണ്ടോ ബ്ലൗസ്? അപ്പം ഇത് പിങ്ക്. ഈ ബോഡിയെ വരുന്ന ആ 6 ആഗിൻ്റെ കളർ ഏതാണോ അതാണ് ബ്ലൗസ്. ബ്ലാക്ക്. ബ്ലാക്ക് വിത്ത് ഗ്രേയോ ടീൽ ബ്ലൂവോ അങ്ങനെ വരുന്ന ഒരു ഷെയ്ഡ്, പൗഡർ ബ്ലൂവോ അങ്ങനെ. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ബ്ലാക്ക് വരുമ്പോൾ നല്ല ഡാർക്ക്. ബ്ലൗസ് ഇത് ആഷാന്ന് തോന്നുന്നല്ലേ, ഗ്രേ അല്ലേ?
അത്രയല്ലേ ഉള്ളൂ. സാരികളുടെ മേളയായി ഇവിടം. ഒരു ദിവസം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഇത്. അപ്പം എന്താ, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളുടെ പുതിയ കടയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം അടുത്ത് കേട്ടോ, പെട്ടെന്നായേ, അടുത്ത മാസമാ, എന്നാലും പെട്ടെന്നായി. എല്ലാവരും വരണം കേട്ടോ. ഡേറ്റ് പറയാതെ എങ്ങനെയാണ് വരുന്നതല്ലേ, എന്നാലും വരണേ. എന്നാലും പറഞ്ഞേന്നല്ല, ഡേറ്റ് ഞാൻ പറയാതെ 1-ാം തീയതി ആയിട്ട് പറയാമെന്ന് ഓർത്തുണ്ട്. എല്ലാവരോടും പറയുമ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ കാളംപൂളം പറയാൻ പറ്റത്തില്ലല്ലോ. സ്പെഷ്യൽ ആൾക്കാരോട് സ്പെഷ്യലായിട്ട് നമ്മൾ പറയണ്ടേ. നിങ്ങളല്ലേ എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ. ഇസബെല്ലയെ വളർത്തിയ നിങ്ങളല്ലേ എല്ലാവരും അല്ലേ. താങ്ക് യു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നന്ദിയില്ല എപ്പോഴും ഉണ്ട്, ഞാനിങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഓൺലൈൻകാർക്ക് എൻ്റെ ഇസബെല്ല വളർന്നതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട്, പിന്നെ ദൈവത്തിന് ഒത്തിരി നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.